ക്രിക്ടോക്സി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, ഇന്നാണ് ആ മത്സരം CSK vs MI. ഇത് രണ്ടു പേരും കൂടി ചേർന്ന് ഇത്തവണ ഒരു കളി കളിച്ചിട്ടുണ്ട്. അത് കളിയിൽ ചെന്നൈ സൂപ്പർ കിങ്സ് അവരുടെ എക്കാലത്തെ മികച്ച വിജയമാണ് സ്വന്തമാക്കിയത്. 103 റൺസിനാണ് മുംബൈനെ തീർത്തുവിട്ടത്. ഇന്ന് റിവെഞ്ച് എടുക്കാൻ വേണ്ടി മുംബൈ എത്തുന്നുണ്ട് എന്ന കാര്യം കൂടി മറക്കണ്ട. മത്സരം ചെപ്പോക്കിലാണ് നടക്കുക. നമുക്ക് ഏതായാലും മത്സരത്തിലേക്ക് വരുമ്പോൾ ഒന്ന് ഈ കളിയിലെ ടീം ന്യൂസും പിച്ച് റിപ്പോർട്ട് പ്രോബിൾ ലൈനപ്പ് വിശദമായിട്ട് തന്നെ നോക്കാം. ഇപ്പൊ 7ാം സ്ഥാനത്താണ് CSK എങ്കിൽ 9ാം സ്ഥാനത്താണ് മുംബൈ. ഇന്ന് രണ്ട് ടീമിനും വിജയിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ സെമി അവസ്ഥയ്ക്ക് അവതാളത്തിലേക്ക് മാറുന്ന കാഴ്ച കാണാം. മുംബൈ കഴിഞ്ഞ കളി 243 റൺസ് എടുത്തിട്ട് SRH നാണം കെട്ടുപോയി. CSKയും കഴിഞ്ഞ കളി നാണം കെട്ടിട്ടാണ് വരുന്നത് എന്ന കാര്യം മറക്കേണ്ടതില്ലല്ലോ. ഇന്നപ്പോ രണ്ട് ടീമിനും മസ്റ്റ് വിൻ മാച്ച് ആണ്. പക്ഷെ ഈ പ്രശ്നം എന്താണെന്നറിയോ? 10 IPL ട്രോഫികൾ നേടിയ, അതായത് ചെന്നൈക്ക് വേണ്ടി 5 ട്രോഫികളും മുംബൈക്ക് വേണ്ടി 5 ട്രോഫികളും രണ്ട് ഇതിഹാസ താരങ്ങളുടെ ഹിറ്റ്മാനും MS ധോണി രണ്ടു പേരും ഇന്നും കളിക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഡൗട്ട്ഫുൾ ആണ് രണ്ടു പേരുടെയും കാര്യത്തിൽ. നമുക്ക് ഏതായാലും നോക്കാം. ഇപ്പൊ പിച്ച് റിപ്പോർട്ടിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് ചെപ്പോക്കിലാണ് കളി നടക്കുക. ചെപ്പോക്കിലെ പിച്ചിൽ ഇപ്പൊ പഴയ പോലെയല്ല, ഇവിടെ അത്യാവശ്യം സ്കോറുകളൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു പിച്ചാണ് ചെപ്പോക്കിലെ പിച്ച്. ഇവിടെ സ്പിൻ ബോളേഴ്സും കണ്ടി അഡ്വാൻറ്റേജ് പേസ് ബോളേഴ്സിനെ കിട്ടുന്ന കാഴ്ച നമ്മൾ കുറച്ച് മത്സരങ്ങളും അല്ലെങ്കിൽ ഇപ്പൊ T20 വേൾഡ് കപ്പ് ഒക്കെ എടുത്ത് നമുക്ക് തോന്നും ഇവിടെ ഒരു വലിയ സ്കോർ വരാൻ ചാൻസ് ഉണ്ട്. മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ടീം ന്യൂസ് മറ്റു കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ രോഹിത് ശർമ്മയുടെ കാര്യം. രോഹിത് ശർമ്മ ഇന്നും കളിക്കാൻ ചാൻസ് ഇല്ലെന്നാണ് പറയപ്പെടുന്നത്. ക്വിന്റൻ ഡീകോക്കും കളിക്കില്ല. അങ്ങനെയാണെങ്കിൽ റിക്കൽട്ടനും നമ്മുടെ വിൽ ജാക്സൺ കൂടി തന്നെ അവർക്ക് വേണ്ടി ഓപ്പണിംഗ് നയിക്കാനുണ്ടാവും. ഒരു പക്ഷേ ഷാർദുൽ താക്കൂറിന് പകരം ക്രിഷ് ഭഗതിന് ഇറക്കാനുള്ള ചാൻസുകൾ ഉണ്ട്. പക്ഷേ താക്കൂറിന് ചെപ്പോക്കിലെ പിച്ച് നന്നായിട്ട് അറിയുന്ന ബോളറാണ്. താക്കൂറിനെ കണ്ട് കളിപ്പിക്കുന്നത് നമുക്ക് വിചാരിക്കാം. മറ്റു കാര്യത്തിലേക്കുള്ള വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ധോണിയുടെ കാര്യം. ധോണി ഇപ്പൊ ഹാംസ്ട്രിങ് ഇഞ്ചറി ആയിട്ടാണ്, രോഹിത് ശർമ്മ ഹാംസ്ട്രിങ് ഇഞ്ചറി. ധോണിയുടെ കാര്യത്തിൽ ധോണിക്ക് ഇപ്പോ കാപ്പിന് ഇഞ്ചറി ആണ്. അദ്ദേഹത്തിന് ഒരു പക്ഷേ ഇന്നും കളിക്കാൻ പറ്റില്ലെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പിന്നെ സർഫറാസ് ഖാന്റെ കാര്യം, അദ്ദേഹം ഇന്ന് ടീമിനോടൊപ്പം ഉണ്ടാവും. എക്സ്ട്രാ ബാറ്ററായിട്ട് സർഫറാസ് ഉണ്ടാവും. അതായത് ഇമ്പാക്ട് ആയിട്ടായിരിക്കില്ല, ഫസ്റ്റ് സർഫറാസ് ടീമിലുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു പക്ഷേ മുകേഷ് കുമാർ ചൗധരിയോ രാമകൃഷ്ണ ഘോഷും ഒക്കെ കളിക്കാനുള്ള ചാൻസുകൾ കാണുന്നുണ്ടെന്നും പറയുന്നുണ്ട്. പിന്നെ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോ മുംബൈ ടൂർണമെന്റ് 22 പ്ലെയറിനെ ചെയ്തിട്ടുണ്ട്. അത് മോസ്റ്റ് ബൈ ടീമാണ്. മുംബൈയുടെ കാര്യത്തിലൊക്കെ മൊത്തം ഒരു ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കളിയൊക്കെ അടിച്ചിട്ട് തോറ്റില്ല. അവര് ബോളിംഗ് എല്ലാവരും പ്രശ്നമാണ്. ഒരു പ്രധാനപ്പെട്ട ബോളേഴ്സ് ഉണ്ടല്ലോ, ബുംറ ആയാലും ബോൾട്ട് ആയാലും അനാവശ്യമായിട്ട് റണ്ണ് വിട്ടുകൊടുക്കുന്ന കാഴ്ചയാണ് ഇപ്പൊ കാണുന്നത്. എന്നും മാത്രമല്ല ബാറ്റിങ്ങിന്റെ കാര്യത്തിൽ സൂര്യകുമാർ അദ്ദേഹം എന്തിനാണ് കളിക്കുന്നത് പോലും അറിയില്ല. അദ്ദേഹത്തിന് ഒരു പക്ഷേ ഇന്ന് ടീമിൽ നിന്ന് പുറത്താക്കുമെന്നൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സൂര്യയെ മാറ്റുമോ എന്നൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ് ഇപ്പോൾ. അതേസമയം ചെന്നൈ ആവട്ടെ 19 പ്ലെയറിനെ ചെന്നൈ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ താക്കൂറിന്റെ കാര്യത്തിലൊക്കെ താക്കൂർ കഴിഞ്ഞാൽ ഇമ്പാക്ട് ആയിട്ട് കളിക്കും. പക്ഷെ ഈ ബാറ്റിംഗ് ചെയ്തില്ല, ബോളിംഗ് ചെയ്തിട്ടില്ല. ഇമ്പാക്ട് പറഞ്ഞ് ബാറ്റിംഗ് ബോളിംഗ് കൊടുത്തിട്ടില്ല കഴിഞ്ഞ SRH-നെതിരെ. നമുക്ക് അങ്ങനെയാണ് രണ്ട് ടീമിന്റെ ഒരു പ്രോബബിൾ ലൈനപ്പിലേക്ക് ഒന്ന് വരാം. പ്രോബബിൾ ലൈനപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ CSKയുടെ കാര്യം ആദ്യം എടുക്കാം. CSKക്ക് സഞ്ജു ഗേക്വാദ് ഓപ്പൺ ചെയ്താൽ സർഫറാസ് ഖാൻ നമ്പർ 3 കളിക്കും. ഉർവിൽ പട്ടേൽ നമ്പർ 4 കളിക്കും. നമ്പർ 5 ഡെവൽഡ് ബ്രവിസ് കളിച്ചാൽ നമ്പർ 6 ശിവം ദുബെ, നമ്പർ 7 ജാമി ഓവട്ട, നമ്പർ 8 അക്ബർ ഹുസൈൻ, നമ്പർ 9 അൻഷുൽ കമ്പൂജി, നമ്പർ 10 മുകേഷ് ചൗധരി കളിക്കും. നമ്പർ 11 ഗുർജാപ്രീത് സിംഗ് വന്നാൽ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് രാമകൃഷ്ണ ഘോഷോ അതുപോലെ നമ്മുടെ കാർത്തിക് ശർമ്മ എന്നിവർ കയറാനുള്ള സാധ്യത കാണുന്നത്. ഈ മറുഭാഗത്തേക്ക് വന്നാൽ റയാൻ റിക്കൽട്ടനും വിൽ ജാക്സൺ കൂടി ചേർന്ന് ഓപ്പൺ ചെയ്താൽ നമ്പർ 3 രോഹിത് ശർമ്മ സൂര്യകുമാർ യാദവ് രണ്ടാളെ കളിപ്പിക്കും. നമ്പർ 4 നമാൻദർ, നമ്പർ 5 ഹാർദിക് പാണ്ഡ്യ, നമ്പർ 6 തിലക് വർമ്മ, നമ്പർ 7 നമ്പർ 8 ഷാർദുൽ താക്കൂർ ഓർ ക്രിഷ് ഭഗത് വരും. നമ്പർ 9 ട്രെന്റ് ബോൾട്ട്, നമ്പർ 10 ജസ്പ്രീത് ബുംറ, നമ്പർ 11 അള്ളാഹ് ഹസൻ ഫോർ ഇമ്പാക്ട് ആയിട്ട് ദീപക് ചാറോ അശ്വിനി കുമാറോ ഒക്കെ വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഏതായാലും മികച്ച പോരാട്ടം കാണാൻ സാധിക്കട്ടെ. ഈ മത്സരത്തിൽ നമ്മുടെ മുംബൈ ഇന്ത്യൻസ് വിജയിക്കുമെന്നാണ് നമ്മുടെ ഒരു പ്രഡിക്ഷൻ. ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും എത്താം.